പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. സങ്കീർത്തനം 46:10. ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ, ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. സെഹിയോൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. 46 സങ്കീർത്തനത്തിൽ 10-ാമത്തെ തിരുലിഖിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തകൻ്റെ ഒരു പ്രാർത്ഥന സങ്കീർത്തകൻ രേഖപ്പെടുത്തുകയാണ്. ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ, ഞാൻ ആരുടെ വചനമാണ് പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും. അവർക്ക് പറയാം ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ധാരാളം വചനം കേൾക്കുന്നുണ്ട്, നമ്മൾ ധാരാളം വചനം പഠിക്കുന്നുണ്ട്, നമ്മൾ ധാരാളം വചനം പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കേൾക്കപ്പെട്ട, ഈ പറയപ്പെട്ട, ഈ പഠിച്ച ഈ വചനങ്ങളിൽ ആവസിക്കുന്നത് ദൈവമാണ്. വചനം മാംസം ധരിച്ചതാണ് യേശുക്രിസ്തു. അതുകൊണ്ട് നീ വചനത്തെ സ്വീകരിക്കുമ്പോൾ നീ യേശുവിനെ സ്വീകരിക്കുന്നു, നീ വചനത്തെ ആശ്രയിക്കുമ്പോൾ നീ യേശുവിനെ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. പ്രഘോഷിക്കപ്പെട്ട വചനങ്ങൾ കേൾക്കുമ്പോൾ നീ ആ വചനത്തെ അങ്ങോട്ട് മുറുകെ പിടിക്കുക, അങ്ങോട്ട് ആശ്രയിക്കുക. വചനം പഠിപ്പിക്കുകയാണ്. പിന്നെ നിനക്ക് ഭയം വേണ്ട, കാരണം നീ വിശ്വസിച്ച ആ വചനം നിന്റെ ജീവിതത്തിൽ മാംസം ധരിക്കാൻ കർത്താവ് തരും. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. അത് വ്യക്തമാക്കുന്ന ഒരു സാക്ഷ്യം ഇപ്പോൾ നമുക്ക് കാണാം. എൻ്റെ പേര് സിസ്റ്റർ സുഷമ SD. ഞാൻ കോതമംഗലം പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്ന് വരുന്നു. 2-3 വർഷമായിട്ട് എൻ്റെ ഇടത്തെ കാലിൻ്റെ ഉപ്പൂറ്റിക്ക് നല്ല വേദനയുണ്ടായിരുന്നു. 2-3 പ്രാവശ്യം ചെരുപ്പ് മാറ്റിയിട്ടു, പിന്നെ ചെരുപ്പില്ലാതെ നടന്നു. അടുത്തിടെ ഞാൻ ഓർത്തു, ഞാൻ ഒരു ഡോക്ടറിനെയും കാണുന്നില്ല, ഒരു ഹോസ്പിറ്റലിലും പോകുന്നില്ല, എൻ്റെ ഭർത്താവായ കർത്താവ് എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ വേറൊരു ഡോക്ടറിനെ അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ലല്ലോ എന്നോർത്ത്. പിന്നെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്താതല്ലാതെ വേദനയോടുകൂടി നടക്കാനാണ് അവിടത്തേക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ എനിക്ക് സഹിക്കാൻ ശക്തി തന്നാൽ മതി എന്ന് ഓർത്ത് നടക്കുമായിരുന്നു. പിന്നെ ഈ ധ്യാനത്തിന് പോയതിന് മുമ്പ് കേട്ടു, ഇവിടെ ആരോ വന്ന് ബസ് ഇറങ്ങിയപ്പോൾ കാല് സുഖപ്പെട്ട ഒരു അനുഭവം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിന്റെ സംഭവം എന്നറിയാം. അതായത് അതാരും വന്ന് പറഞ്ഞു, ഇവിടെ ധ്യാനം കൂടി വന്ന് പറഞ്ഞു, എങ്ങനെയോ ഞാൻ കേട്ടു. അതായത് അത് ഞാൻ ഒരു ചേച്ചി, ആ ചേച്ചിക്ക് എന്താ പ്രശ്നം എന്നറിയാം. ഈ ചേച്ചിക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ചേച്ചിക്ക് നടക്കാനുള്ള കാലിന് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഭർത്താവ് വന്ന് ധ്യാനം കൂടി, എന്നിട്ട് ഭാര്യയെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഭാര്യ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഭാര്യ ഇവിടെ വന്നിറങ്ങിയ ദൈവമേ ഇതൊരു വിശുദ്ധ സ്ഥലമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് പ്രേമ സഹോദരങ്ങൾ പെട്ടെന്ന് ഒരു അനുഭവം ഉണ്ടായി. എന്നിട്ട് പരിപൂർണ്ണ സൗഖ്യം പ്രാപിച്ച ഒരു സംഭവമുണ്ട്. അത് കാല് പരിപൂർണ്ണ, അത് ഭയങ്കര മേജറായിട്ടുള്ള ഒരു സാക്ഷിയാണ്. അത് ഈ സിസ്റ്റർ അറിഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടെ ബസ്സിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, ഇതല്ലേ സ്ഥലം. അപ്പം ഞാൻ പെട്ടെന്ന് കാലിന്ന് ചെരുപ്പ് ഊരി കൈ പിടിച്ചു. ഇനി ഞാൻ എത്തുന്നോടം വരെ ഇത് വിശുദ്ധ ഭൂമിയാണല്ലോ, തിരുവചനങ്ങൾ കേട്ടിട്ട് ഇത്രയും വർഷമായി തിരുവചനം കേട്ട സ്ഥലമാണല്ലോ, ഈ മണ്ണിൽ തിരുവചനത്തിൻ്റെ ശക്തി ഉണ്ട് എങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന കർത്താവെ സുഖപ്പെടുത്തണമേ എന്ന് ഓർത്തുകൊണ്ട് തന്നെ മണ്ണിൽ കാല് ചവിട്ടി, കയ്യിൽ ചെരുപ്പും. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ തെരുതെരുതരാന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ റൂമിൽ ചെല്ലുന്നത് വരെയും കയ്യിൽ ചെരുപ്പ് പിടിച്ചുകൊണ്ട് നെയ്ക്കിഡായിട്ടാണ് നടന്നു പോയത്. കുറച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നോക്കുന്നുണ്ട്, ഞാൻ കാലിൽ തൊടാതെ തന്നെ എനിക്ക് വേദന ഇല്ലാതെ ഫീൽ ചെയ്തു. എങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞെക്കി നോക്കും, വേദനയാണ്. സാധാരണ ഇങ്ങനെ തൊടുമ്പോഴത്തേക്ക് ഇങ്ങനെ പതുപതാന്നിങ്ങനെ പതുങ്ങുന്നൊരു സ്വഭാവമുണ്ട്. ഇത് എനിക്ക് വളരെ കറക്റ്റായിട്ട് ഹാർഡായിട്ട് തന്നെ കാലിൽ ഇരിക്കുന്ന പോലെ തോന്നി. പിന്നെ അതിൻ്റെ കൂടെ കല്ല് വിരിച്ച കുരിശിൻ്റെ വഴി നടത്താൻ വേണ്ടി അത് കാണാൻ വേണ്ടി പോയതല്ല, സിസ്റ്റേഴ്സ് പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇത് എന്നാവോ ഇവിടെ സംഭവം, അന്ന് പോയി നോക്കിയാൽ ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ്, ഒന്ന് പോയി നോക്കാമെന്ന് നോക്കിയപ്പോഴത്തേക്കും കുരിശിൻ്റെ വഴിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. വെറുതെ നടന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും 1-ാം സ്ഥലം കണ്ടു. അപ്പം ഞാൻ ചെരുപ്പ് കൈ കാലിലിട്ടോണ്ടാണ് പോയത്. അപ്പം ഞാൻ ഓർത്ത് ദൈവമേ, എന്നാൽ പിന്നെ കാലിൽ നല്ല വേദനയുണ്ടല്ലോ എന്നെനിക്ക് തോന്നുക. എന്താണെന്ന് ചോദിച്ചാൽ
ഈ കല്ലിലോട്ട് കാലിങ്ങനെ മുഴച്ച് കൊന്ത് കയറുമ്പോഴത്തേക്ക് എനിക്ക് കുത്തിക്കൊള്ളുന്ന വേദനയുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ സിസ്റ്റേഴ്സ് പോയവരാരും ചെരുപ്പില്ലാതെ പോകണം. അപ്പോൾ ഞാൻ ഓർത്തുമേ ഇത് വിശുദ്ധ സ്ഥലമാണല്ലോ, ചെരുപ്പ് വിശുദ്ധിയുടെ ഇതല്ലല്ലോ എന്നെടുത്ത് ഞാൻ ചെരുപ്പ് രണ്ടും എടുത്ത് കൈ പിടിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ സിസ്റ്റേഴ്സ് കാണുമല്ലോ, ഈ സിസ്റ്റർ എന്തൊരു പൊട്ടിയാ ഈ ചെരുപ്പും കൈ പിടിച്ചുകൊണ്ട് പോകുന്നതന്നെ. ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് എന്ത് വിചാരിച്ചാലും വേണ്ടില്ല, അച്ഛൻ പറഞ്ഞാലും എളുപ്പപ്പെട്ടാക്കാമെന്ന് ഓർത്തു. എന്നെ എങ്ങനെ പരിഹസിച്ചാലും വേണ്ടില്ല എന്നോർത്ത് ഞാൻ ചെരുപ്പും കൈ പിടിച്ചുകൊണ്ട് പോയി. അങ്ങോട്ട് പോയപ്പം ഒരു 7-8 സ്ഥലം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു തിരിച്ചു വരുമ്പം എന്നാൽ ചെരുപ്പ് ഇട്ടുകൊണ്ട് ഈ മണ്ടി കൂടെ തന്നെ പോരാമെന്നോർത്തു. ആദ്യത്തെ ദിവസം ഞാൻ പോയപ്പം ചെരുപ്പ് ഒരു 7 സ്ഥലം കഴിഞ്ഞപ്പം സൈഡിൽ വെച്ചിട്ട് ബാക്കി പൂർത്തിയാക്കി തിരിച്ചു വന്നപ്പം അപ്പുറത്തെ വഴിയെ കൂടെ പോകും. 2ാം ദിവസം പോയപ്പോൾ ഞാൻ ഓർത്തു ഈ പോകുന്ന സിസ്റ്റേഴ്സിനൊക്കെ കാലിന് എന്തെങ്കിലും പ്രശ്നമുള്ളവരായിരിക്കും, അവർ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പോയിക്കൂടാന്നോർത്ത് ഞാൻ ചെരുപ്പെല്ലാം താഴെ ഇട്ടിട്ട് പിന്നെ 2 ദിവസം കൂടെ പോയി. കാലിലോട്ട് കല്ല് കുത്തി കയറുന്നുണ്ടായിരുന്നു. പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടപ്പോൾ അതിനകത്ത് എൻ്റെ ഈശോയുടെ എവിടെയെല്ലാം കല്ലും മണ്ണും കുത്തി കയറി, അതിൻ്റെ കൂടെ വേണ്ടി ആണിയും കുത്തിക്കെറ്റി. ഇത്രയും വേദന സഹിച്ചെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് സഹിച്ചുകൂടാ എന്നോർത്ത് കുത്തി കയറുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വേദന പണ്ടുണ്ടായിരുന്ന വേദനയില്ല, എങ്കിലും കാല് കുത്തി കയറുന്ന വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ പോയിട്ടില്ല. ഇപ്പം എനിക്ക് ഒട്ടും വേദനയില്ല. വളരെ ഈ കോമ്പൗണ്ട് കയറിയപ്പോൾ മുതൽ കർത്താവ് സൗഖ്യം കൊടുത്തു തുടങ്ങി. അതുപോലെ വിശ്വാസത്തിന്റെ പുത്രിയ കുരിശന്റെ വഴി ചൊല്ലി പ്രാവശ്യം പരിപൂർണ്ണ ഹീലിംഗ് നല്ല കർത്താവ് അനുഗ്രഹിച്ചു. കൈയടിച്ച് പാട്ട് പാടി ആരാധിക്കട്ടെ. പാടി പുകഴ്ത്തിയിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി പുകഴ്ത്തിയിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഉയർത്തി കൈയടിച്ച് ഹല്ലേലൂയാ 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 ആരാധന സ്തുതി രാജാവിനെ സ്തുതി രാജാവിനെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ ആരുടെ വചനങ്ങൾ കേട്ടുവോ ആ കർത്താവിനെ ആശ്രയിച്ചാൽ അവൻ ഭഗ്നാശനാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നീ വിശ്വസിക്കുന്ന കാര്യം ചെയ്തു തരാൻ പോന്നവനാണ് നിന്റെ കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഏതൊന്നും ലഭിച്ചുവെന്ന് വിശ്വസിക്കുവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന് നമുക്ക് എഴുന്നേറ്റ് നിന്ന് വിശ്വാസത്തോടെ ആ വിശ്വാസത്തിന്റെ പുത്രിയുടെ ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസം ഒന്നുകൂടി ഒന്ന് വർദ്ധിപ്പിക്കണമേ, വിശ്വാസം ഉജ്ജ്വലിപ്പിക്കണമേ ആഗ്രഹിച്ചുകൊണ്ട് ഓറാക്കാൻ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചല്ലോ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപസ്മാര രോഗിയുടെ പിതാവ് പ്രാർത്ഥിച്ച് കർത്താവെ എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ഓ കർത്താവെ, ദൈവവചനത്തെയും തിരുസഭാ പ്രബോധനങ്ങളെയും കർത്താവെ ആത്മീയ ഉൾക്കാഴ്ചകളെയും വിശ്വസിക്കുന്നത് പോലെ അനുഗ്രഹം പ്രാപിക്കുക ഞങ്ങൾ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. ഓ കർത്താവായ ദൈവം, ഇപ്പോൾ ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് അവിശ്വാസത്തിന്റെ ചിന്തകൾ വധിക്കുന്ന സാത്താന്റെ പീഡകൾ ഇപ്പോൾ വിട്ടുമാറട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അവിശ്വാസ ചിന്ത, യുക്തി ചിന്ത, നിരീശ്വര ചിന്ത, വചനം സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, മനസ്സിലുള്ള എല്ലാ പൈശാചിക പീഡകൾ, രോഗപീഡകൾ, നിരാശ, കുറ്റബോധം, സങ്കടം, മരിക്കണമെന്നുള്ള ചിന്ത, വൈരാഗ്യം, കോപം, എല്ലാ വിധത്തിലുള്ള മൂലപാപങ്ങൾ വേരുകളും ഇപ്പോൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നിറയട്ടെ, കൃപ നിറയട്ടെ, വചനം നിറയട്ടെ, ശക്തി നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, കൃപ നിറയട്ടെ, വചനം നിറയട്ടെ, വിശ്വാസം നിറയട്ടെ, പ്രത്യാശ നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. വലിയ പ്രത്യാശ നിറയട്ടെ, വലിയ വിശ്വാസം നിറയട്ടെ, വചനത്തെ കണ്ണടച്ച് വിശ്വസിക്കാൻ അഭിഷേകം നിറയട്ടെ, വിശ്വസിക്കാൻ പ്രാർത്ഥിക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന ഭാവനയെ കണ്ട് പ്രാർത്ഥിക്കാൻ അഭിഷേകം നിറയട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വചനത്തെ ഗൗരവമായിട്ട് എടുത്തവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് അവളെ ഗൗരവമായിട്ടെടുത്തു. അമ്മേ, ഈ ഒരു അഭിഷേകം ഞങ്ങൾക്ക് തുറന്നു കിട്ടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷത്തോടെ ഇടത്തും വലത്തും നിൽക്കുന്നവർക്ക് നല്ല ഹൃദയത്തുറവയുടെ സ്തുതിയല്ല.
നമുക്കിരിക്കാം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, അഭിഷേകം ഉയർന്നാൽ എതിർപ്പുകൾ കൂടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തിൽ ഒരു വ്യക്തി വളരുന്നതിനനുസരിച്ച്, ഉയരുന്നതിനനുസരിച്ച് ആ വ്യക്തിയോടുള്ള എതിർപ്പുകളും ലോകത്തിൽ കൂടിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരം വളരുന്നതിനനുസരിച്ച് കാറ്റുപിടുത്തം കൂടും. നീ ഒരു കുറ്റിച്ചെടിയായിട്ട് നിന്നാൽ ഒരു കാറ്റും പിടിക്കാനില്ല. നീ ഒരു വൻ വർഷമായിട്ട് വളർന്നാൽ ആ കാറ്റ് മുഴുവൻ നിന്നെ അങ്ങോട്ട് ചുറ്റിക്കുഴക്കി ഒരു പ്രത്യേക പരുവത്തിലാക്കാൻ നോക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വളരെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അഭിഷേകത്തിൽ ഒരു വ്യക്തി ഉയരുന്നതിനനുസരിച്ച് അയാൾക്കുള്ള എതിർപ്പുകളും കൂടുന്നത്? അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ മത്തായിയുടെ സുവിശേഷത്തിൽ അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിൻ്റെ 25-ഉം 26-ഉം തിരുലിഖിതങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. Gospel of Matthew chapter 13 verse 25 and 26. ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ചെടികൾ വളർന്ന കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവരാജ്യമാകുന്ന വയലില് കർത്താവ് ദൈവവചനമാകുന്ന വിത്ത് വിതച്ച് ഒരുപാട് കാര്യങ്ങൾ പൊങ്ങി മുളച്ച് വരുമ്പോൾ പൊടുന്നനെ മുളച്ച് കഴിഞ്ഞ് കണ്ടപ്പോൾ കണ്ട കാഴ്ച അതിൻ്റെ കൂടെ കുറച്ച് കളകളും വളർന്നിരിക്കുന്നു. ഇത് സാത്താൻ ശത്രു വന്ന് വിതച്ച കളകളാണ് നമുക്കറിയാം. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കണം. എന്നതറിയോ? വിത്തുകളും കളകളും ഒരുമിച്ച് വളരൂ. കളകളില്ലാത്ത, എതിർപ്പുകളില്ലാത്ത, നശിപ്പിക്കുന്ന പ്രവണതയില്ലാത്ത, നിനക്ക് തന്നെ സ്വസ്ഥമായിട്ട് വളരാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അഭിഷേകത്തിൻ്റെ കൃപയുടെ ജീവിതത്തിൽ നിനക്ക് ഉണ്ടാകുമെന്ന് നീ വിചാരിക്കരുത്. അത് നിന്റെ തെറ്റിദ്ധാരണയാണ്, അത് നിന്റെ മിഥ്യാഭാവനയാണ്. കാരണം ബൈബിളിൽ കാണുന്നതും സഭയുടെ ചരിത്രം പഠിപ്പിക്കുന്നതും വിശുദ്ധന്മാരുടെ ജീവിതം വിളിച്ചു വന്ന സത്യവും ഇത് തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ മറ്റൊരു ഇങ്ങനെ പറയാറുണ്ട്, വെളിച്ചം മങ്ങുന്നതിനനുസരിച്ച് ഇരുട്ടിന്റെ കട്ടി കൂടി വരും. ആ പ്രിൻസിപ്പിൾ അല്ല ഇവിടെ. മറിച്ച് നിന്റെ അഭിഷേകം കുറയുന്നതനുസരിച്ചോ നിന്നെ പാപം കൂടുന്നതനുസരിച്ച് മാത്രമല്ല ഇത് അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഇങ്ങനെയും കൂടി ചിന്തിക്കണം. നീ അഭിഷേകത്തിൽ വളരുന്നതിനനുസരിച്ച് നിനക്കുള്ള എതിർപ്പുകൾ കൂടിക്കൊണ്ടിരിക്കും. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നേ. കാരണം കൂടാതെ, വിത്തൗട്ട് എനി റീസൺ, കാരണം കൂടാതെ നമ്മൾ വെറുക്കപ്പെടും. കൃപയുടെ ശുശ്രൂഷകൻ വെറുക്കപ്പെടും, നന്മജനൻ വെറുക്കപ്പെടും എന്ന് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന് 25-ാം തിരുലിഖിതം വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് അവരുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പൂർത്തിയാക്കാനാണ് ഇത് സംഭവിച്ചത്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരൻ, യേശുവിന് കഠിനമായിട്ട് ഒരു കൂട്ടം ജനത വെറുക്കാണ്. വെറുക്കാന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമത്തിൽ. അപ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു? യേശു പറയാണ്, കാരണം കൂടാതെ അവർ എന്നെ വെറുത്തു എന്ന് എഴുതപ്പെട്ട ബൈബിളിലെ വചനം പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, മാനസാന്തരങ്ങൾ, വിട്ടുതരകൾ, എല്ലാ തരത്തിലുള്ള ദൈവരാജ്യത്തിൻ്റെതായ വ്യവസ്ഥിതികൾ സംജാതമാകാൻ തുടങ്ങിയപ്പോൾ കാരണം കൂടാതെ വെറുക്കുന്ന ഒരു സംഗതി അവിടെ ഉണ്ടായി. കാരണം കൂടാതെ ഒരു എതിർപ്പ് അവിടെ പൊങ്ങി വരാൻ തുടങ്ങി. ഇനി എതിർക്കുക മാത്രമല്ല, നിന്നെ തരം കിട്ടിയ കൊല്ലാനും നോക്കും എന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അത് നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം തന്നെ 16-ാമത്തെ അധ്യായത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ അതിന് 2-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും, നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് ചിന്തിക്കുന്നൊരു സമയം വരുന്നു എന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്.
ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് സത്യമാണ് സഹോദരങ്ങളെ. ഒരാൾ അഭിഷേകത്തിൽ ഉയർന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചില ആൾക്കാർക്ക് ഒരു ശത്രുത തോന്നാം, ഒരു കോപം വരാം, ഒരു അസൂയ വരാം, എന്നിട്ട് കൊല്ലാൻ നോക്കാം. അത് നമ്മൾ കാണുന്നത് വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. 1 സാമുവേൽ 18-ാമത്തെ അധ്യായത്തിൽ ദാവീദ് ഗോലിയാത്തിനെ വധിച്ചു. ദാവീദ് ഗോലിയാത്തിനെ വധിച്ചു കഴിഞ്ഞപ്പോൾ ആയിരങ്ങളും 10,000ങ്ങളും ആർത്ത് പാടുന്നുണ്ട്. ഇതാ സാവൂൾ 1000ങ്ങളെ കൊന്നു, ദാവീദ് 10,000ങ്ങളെ. ഇത് കേട്ടപ്പോൾ സാവൂളിന് ഒരു അസൂയ തോന്നി. അടുത്ത അതിനെ 18-2 കാണുന്ന ഇങ്ങനെയാണ്, സാവൂള് ദാവീദിനോട് കോപിക്കുകയാണ്. നോക്ക്, അഭിഷേകത്തിൽ ഒരാളെ ദൈവം ഉയർത്തുമ്പോൾ ലോകത്തിന്റെ അരൂപിയുള്ള ആൾക്കാർക്ക് അസൂയ, കോപം, കൊല്ലണം എന്നൊരാഗ്രഹം. Praise the Lord. Praise the Lord. അഭിഷേകം വരുന്നതിനനുസരിച്ച് എതിർപ്പുകൾ കൂടിക്കൊണ്ടിരിക്കും. അഭിഷേകത്തിന്റെ വിത്ത് മുളച്ചു വരുമ്പോൾ കളകളും മുളച്ചു വരും. ഇത് സമാസമം നിൽക്കുന്ന ഒരു രംഗമുണ്ട്. Praise the Lord. Praise the Lord. അല്ലയോ സുവിശേഷ വേലക്കാരാ, നീ ഇത് തിരിച്ചറിയണം. അല്ലയോ ദൈവരാജ്യ വേലക്കാരാ, നീ ഇത് നിന്റെ മനസ്സിൽ എഴുതിയിടണം. അല്ലയോ സാമൂഹിക സേവനത്തിന് മുന്നിട്ടിറക്കുന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധി, നീ ഇത് മനസ്സിലാക്കണം. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത രംഗം കാണിച്ചു തരാം. സ്നാപക യോഹന്നാൻ ദൈവത്തിന്റെ സ്വരമായ ദൈവത്തിന്റെ പ്രവാചകനായി രൂപാന്തരപ്പെട്ട് വരുമ്പോൾ ഹെരോദ്യായിക്ക് സ്നാപകനെ കാണുമ്പോൾ കൊല്ലാൻ തോന്നാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ ബെനഡിക്റ്റിന്റെ ജീവിതത്തിൽ ഒരു സംഭവം പറഞ്ഞിരിക്കുന്നത് ഞാൻ കേട്ടതാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ബെന്റ് നല്ല കൃപയിൽ സ്വഭാവം ഒരു വീട്ടിൽ താമസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ ബെന്റിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു ചേട്ടൻ, ആ ചേട്ടൻ ഒരു ഉപദ്രവവും ശരിക്കും പറഞ്ഞാൽ ബെന്റ് ചെയ്യുന്നില്ല, ഉള്ള നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാലും ആ വ്യക്തിയുടെ ആ സഹോദര ഹൃദയത്തിൽ ഈ ബെനഡിനെ കൊല്ലണം എന്നൊരു തോന്നല്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇത് സംഭവിച്ചപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, ഇതെല്ലാം എഴുതപ്പെട്ട വചനങ്ങളുടെ പൂർത്തീകരണത്തിന് മാത്രമാണ് എന്ന് മാത്രമല്ല, ഈ എതിർപ്പുകളെല്ലാം നിന്നെ ഫലത്തിൽ വളർത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ എതിർപ്പുകൾ വന്നെങ്കിലാണ് നിന്നിൽ ഫലമുണ്ടാകുള്ളൂ. ഈ എതിർപ്പ് വരുമ്പോഴാണ് ക്ഷമ എന്നുള്ള ഫലം നിന്നിലുണ്ടാകും. ഈ എതിർപ്പ് വരുമ്പോൾ സ്നേഹം എന്നുള്ള ഫലം ഉണ്ടാകും. ഈ എതിർപ്പ് വരുമ്പോൾ സഹിഷ്ണുത എന്ന് പറഞ്ഞ ഫലം ഉണ്ടാകും. Praise the Lord. Praise the Lord. എന്ന് പറഞ്ഞ സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ ബാലൻസിൽ പോകാൻ ഇതെല്ലാം വലിയ അനുഗ്രഹമാണ്. ഈ അഭിഷേകം മാത്രം വളർന്നുപോയി ശരിയാവോ? എൻ്റെ കൈ മാത്രം നീണ്ടുപോയ വല്ല കാര്യമുണ്ടോ? എൻ്റെ ശരീരത്തിൽ ഒരു കാല് മാത്രം 2.5 കിലോമീറ്റർ നീളണമെന്നതിന് എന്ത് കാര്യം? ഇതിനൊരു പ്രൊപ്പോർഷൻ ഉണ്ട്. എങ്ങനെ ഒരു ബോഡി ആകുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നിന്നിലുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വളരുന്നത് പോലെ തന്നെ നിന്നുള്ള ഫലവും വളർന്നു വരണം. അതിന് ഉപകാരപ്പെടുന്ന സംഗതിയാണ് ഈ എതിർപ്പുകള്. ആർക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. ആർക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഉണ്ടാകുന്ന എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ നീ പെട്ടെന്ന് ഡിമ്മാകാൻ നിൽക്കരുത്. ഒരു തൊട്ടാവാടി സ്വഭാവം അല്ലേ പ്രിയപ്പെട്ട ദൈവം ഇതിലെ നിന്റെ ജീവിതത്തിൽ കാണരുത്. ഒരു എതിർപ്പ് വന്ന്, ഒരു അപവാദം വന്ന്, ഒരു ആരോപണം വന്ന്, ഒരു സംഗതി വന്നു കഴിയുമ്പോൾ ചുമ്മാ തൊട്ടാവാടി സ്വഭാവം നീ കാണിക്കാൻ നിൽക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. നീ ഒരു സിംഹക്കുട്ടിയാണ്. നീ ഓരോ എതിർപ്പും ചാടിക്കൊടിഞ്ഞ് എഴുന്നേൽക്കേണ്ട സിംഹക്കുട്ടിയാണ് നീ. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ നമ്മൾ ആയി തീരണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് ഈ എതിർപ്പുകളെ കൈകാര്യം ചെയ്യേണ്ട വിധത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് എതിർപ്പുകളെ കൈകാര്യം ചെയ്യേണ്ട വിധം, അതിനെക്കുറിച്ച് ബൈബിൾ നൽകുന്ന വെളിപ്പെടുത്തൽ ഇതാണ്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 38-39 തിരുലിഖിതങ്ങൾ. അവിടെ വചനം വെളിപ്പെടുത്തി ഇങ്ങനെയാണ്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. ഇതിനെ കൈകാര്യം ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, നമ്മളെ കിട്ടുന്ന നാണയത്തിന് തിരിച്ചടിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് നീ ഈ ദുഷ്ടനെ എതിർക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു കള മുളച്ച് വരുന്ന കാണുമ്പോൾ അത് എതിർക്കരുതെന്നോ തിരുത്തരുതെന്നോ അല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പ്രതിഷേധിക്കേണ്ട നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, ജാഥ നടത്തേണ്ട നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ കുറച്ചുകൂടെ ജ്ഞാനത്തോടെ ഇതിനെ മനസ്സിലാക്കണം. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ നീ എതിർക്കരുത്. എന്താണ് കാരണം? അതിന് കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിന്റെ 29,
30 വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. മത്തായി 13, 29, 30. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ആ കളകൾ വിതച്ചിട്ട് ആ സംഭവത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അവിടെ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ പറഞ്ഞു, കളകൾ വേഗം പറിച്ചു കൂട്ടേണ്ടതിന് ചോദ്യമുണ്ട്. അതിൻ്റെ മറുപടി ഇങ്ങനെയാണ്, വേണ്ട, കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികൾ നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരും. കൊയ്ത്ത് വരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. അപ്പം നീ കിട്ടുന്ന നാണയത്തിന് തന്നെ തിരിച്ചടിച്ചാൽ കുഴപ്പമെന്നറിയോ? നിന്റെ കൃപ നഷ്ടപ്പെട്ടു പോകും, നിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകും. അതാണ് കള പറിക്കാൻ നീ മെനക്കെടുമ്പോൾ അതിനകത്ത് നല്ല വിളകളും കൂടെ പറഞ്ഞു പോകും. അതുകൊണ്ടാണ് ദുഷ്ടനെ എതിർക്കെന്ന് പറഞ്ഞ് വചനത്തിന് ഉള്ളിൽ ഇതാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ നിന്നിൽ ഉണ്ടാകേണ്ട ഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വ്യക്തിയല്ല, ഈ വ്യക്തിയെ കാണരുത്, ഈ എതിർക്കുന്ന വ്യക്തിയെ കാണരുത്. ആ വ്യക്തിയുടെ പുറകിൽ നിൽക്കുന്ന പിശാചിനെ, ആ വ്യക്തിയുടെ പുറകിൽ കിടക്കുന്ന തിന്മയാണ് നീ മനസ്സിലാക്കേണ്ടത്. അതാണ് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ 38, 39 വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. അവിടെ വചനം വെളിപ്പെടുത്തി ഇങ്ങനെയാണ്, കളക ദുഷ്ടന്റെ പുത്രന്മാരാണ്, അവ വിതച്ച ശത്രു പിശാചാണ്. അതുകൊണ്ട് നീ തിന്മയാണ് ദോഷിക്കേണ്ടത്, നീ വ്യക്തിയല്ല ദോഷിക്കേണ്ടത്. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെ ശരിക്കും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഗതി വരുമ്പോൾ നമുക്ക് വേണ്ട സംഗതിയാണ് ജ്ഞാനം. അതുകൊണ്ട് നീ എതിർപ്പുകളെ കൈകാര്യം ചെയ്യേണ്ട വിധം ജ്ഞാനം കൊണ്ടും കൃപാവരം കൊണ്ടുമാണെന്ന് വചനം വെളിപ്പെടുത്തുന്നുണ്ട്. അതെവിടെ വായിക്കേണ്ടത്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 6-ാമത്തെ അധ്യായം. അപ്പസ്തോല പ്രവർത്തനം 6-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വചനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. സ്തേഫാനോസിനെ ബന്ധിക്കുന്ന സമയമാണ്. അപ്പോൾ പറയാണ്, സ്തേഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ച്. എന്ന് പറഞ്ഞാൽ സ്തേഫാനോസ് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ സംഭവിച്ചത് എങ്ങനെയാണ്? കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞു. എന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നിട്ട് സ്തേഫാനോസിനെ ബന്ധിച്ചു. സ്തേഫാനോസിനെതിരെ ഒരുപാട് ആക്രമണങ്ങൾ വരുമ്പോൾ സ്തേഫാനോസിനെ കുറിച്ച് വചനം വെളിപ്പെടുന്ന 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുന്നത്, അവന്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും ചേർത്ത് നിൽക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നീ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ശുശ്രൂഷകളുണ്ടല്ലോ, നിന്നോട് ഒരുപാട് നന്മയുണ്ടാകുന്നുണ്ട്. അത് നിനക്ക് തരുന്നൊരു ജ്ഞാനവും കൃപാവരവും വഴിയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ജ്ഞാനവും കൃപാവരവും കൊണ്ട് തന്നെ നീ എതിർപ്പുകളെ നേരിടണം. അവർക്ക് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ട സഹോദരൻ ലൂക്കാ 21-ാം അധ്യായത്തിന്റെ 15-ാം തിരുലിഖിതം. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചേർത്ത് നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. ഇത് രണ്ടും കൊണ്ട് ചേർത്ത് നിൽക്കാൻ കഴിയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ നന്നായി മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു വചനം പരിചയപ്പെടാം. ഫിലിപ്പി ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 28, 29 തിരുലിഖിതങ്ങൾ വചനം വെളിപ്പെടുത്തി ഇങ്ങനെയാണ്, നിങ്ങൾ എതിരാളികളിൽ ഉണ്ടാകുന്ന യാതൊന്നിനെയും ഭയപ്പെടേണ്ട, ദൈവത്തിന്റെ അടയാളമാണത്. അവർക്ക് നാശത്തിന്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടുതൽ അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇതാണ് ജ്ഞാനം. ഈ ജ്ഞാനം ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അവരോട് എതിരിടുന്ന രീതികൾക്ക് വ്യത്യാസങ്ങളുണ്ടാവും. ആർക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നീ അഭിഷേകത്തിൽ വരുമ്പോൾ നിനക്ക് എതിർപ്പുണ്ടാകുമ്പോൾ നീ ജ്ഞാനം കൊണ്ട് നേരിടണം. നീ ഡിമ്മായി പോകാൻ നിൽക്കരുത്. കുറച്ചൊരു ആഴത്തിൽ മനസ്സിലാക്കാൻ വേറൊരു വചനം പരിചയപ്പെടുത്താം. 2 തിമോത്തി 2:25-26 ആ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം, സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് മടങ്ങി വരാനുതകുന്ന അനുതാപം ദൈവം അവർക്ക് നൽകിയെന്ന് വരാം. പിശാച് തൻ്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പം നോക്കിയേ, ഈ വചനം പ്രതിയുള്ള ജ്ഞാനമുള്ള വ്യക്തിയാണെങ്കിൽ ഈ എതിർപ്പുകൾ ഇങ്ങനെ കൈകാര്യം ചെയ്യും. അതാണ് സൗമ്യതയോടെ തിരുത്തും എന്ന് പറഞ്ഞാൽ എന്താ? സൗമ്യത എന്ന് പറഞ്ഞ ഫലമുണ്ടായി, സ്നേഹം എന്ന് പറഞ്ഞ ഫലമുണ്ടായി. ഈ ഫലങ്ങൾ കൊണ്ട് അവരെ തിരുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ദൈവരാജ്യ വേലക്കാരനായിരിക്കാം, നീ ഒരു ഇടവക വികാരിയായിരിക്കാം, നീ ഒരു സിസ്റ്ററായിരിക്കാം, നീ ഒരു സോഷ്യൽ വർക്കറായിരിക്കാം, നീ ഒരു കുടുംബനാഥനായിരിക്കാം, നീ ഇടപെട്ട ഒരു കൈക്കാരനായിരിക്കാം, നീ ഒരു പഞ്ചായത്ത് മെമ്പറായിരിക്കാം. നീ എന്തായിരുന്നാലും പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്നിലൂടെ അഭിഷേകത്തിന്റെ ശുശ്രൂഷകൾ ഉയർന്നാൽ ലോകം നിന്നെ കഠിനമായിട്ട് വെറുക്കും. നിന്നെ കാണുമ്പോൾ തന്നെ ഒരു പുച്ഛം തോന്നും, നിന്നെ കാണുമ്പോൾ കൊല്ലാൻ തോന്നും, ചെളി വാരിയെറിയാൻ തോന്നും. അത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നീ തൊട്ടാവാടിയായി മാറരുത്, നീ ഒരിങ്ങനെ ഡിമ്മായി നിൽക്കരുത്. നീ വീണ്ടും സട്ട കുടഞ്ഞ് എഴുന്നേക്കണം. എന്നിട്ടോ നീനിൽ ഫലങ്ങൾ ഉണ്ടാകട്ടെ. ഈ ഫലങ്ങൾ കൊണ്ട് നീ അവനെ കീഴ്പ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ
രണ്ട് കരങ്ങൾ ഉയർത്തി ഈ ഒരു അഭിഷേകം തുറന്നു കിട്ടാൻ വേണ്ടി ഉറക്ക സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, മനസ്സ് മടിപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ മനസ്സ് തകർന്നിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഇപ്പോൾ യേശുവിന്റെ വചന ശക്തിയാൽ അനുഗ്രഹിക്കുന്നു. ഓ കർത്താവേ, യെസയ്ക്കേൽ 2-ാമത്തെ അധ്യായത്തിൽ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഓരോ ജീവിതങ്ങളിലേക്കും യേശുവിന്റെ ആത്മാവ് പ്രവേശിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തിയതാണ് വചനം ഇവരുടെ മേൽ അയച്ചു പ്രാർത്ഥിക്കുന്നു. ശക്തി പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ, കൃപ നിറയട്ടെ, മടുപ്പ് മാറട്ടെ, ക്ഷീണം മാറട്ടെ, മടുത്തുന്ന ചിന്ത മാറട്ടെ, എന്തിനു വേണ്ട ചിന്ത മാറട്ടെ. വലിയ ശക്തി, വലിയ തീഷ്ണത ഇവാഞ്ചലിസത്തിന്റെ സീൽ ഓരോരുത്തരും വ്യാപരിക്കട്ടെ. ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തിൽ ഉയരുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാവും. നീ അതിനെ ഫലം കൊണ്ട് കീഴ്പ്പെടുത്തണം. Come, Lord Jesus. കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിതത്തിൽ ക്ലിഷ്ടമാർഗങ്ങളിലൂടെയും ക്ലേശങ്ങളിലൂടെയും കടന്നു പോയിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളും ഓർക്കുകയാണ്. കർത്താവ് അവിടെയെല്ലാം അഭിഷേകത്തിൽ ഉയരുന്നതിനനുസരിച്ചുള്ള എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ കർത്താവ് അവിടെയെല്ലാം അങ്ങ് ചൊലിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് അവരെ കീഴ്പ്പെടുത്താൻ കർത്താവെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, ഈ ഒരു കൃപ ഞങ്ങൾക്ക് തുറന്നു കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, അത്ഭുതകരമായ ശക്തി, അത്ഭുതകരമായ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഓരോരുത്തരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എതിർപ്പുകളെ ഫലം കൊണ്ട് കീഴ്പ്പെടുന്ന അഭിഷേകം ഓരോ ദാസിദാസന്മാർക്കും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന. വലിയ ശാന്തത, സമാധാനം, സ്വസ്ഥത, സ്നേഹം, ആനന്ദം, ദയ, നന്മ, വിശ്വസ്തത എല്ലാവരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Come, Lord Jesus.